ഹലോ വെൽക്കം ടു ടിൻസീസ് ലിങ്ക്. അപ്പോൾ നമ്മുടെ പൂന്തോട്ടം നിറയ്ക്കാൻ ഏറ്റവും നല്ലൊരു ചെടിയാണ് നമ്മുടെ ഈ അലമാണ്ട എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്. മാൻഡിവില എന്നും പറയും, പക്ഷേ കോമൺ ആയിട്ട് അലമാണ്ട എന്നാണ് ഈ ചെടിയുടെ ഒരു പേര്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലൊക്കെ കോളാമ്പി ചെടി എന്ന് പറയും. ഇത് വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. ഈ പൂന്തോട്ടം നിറയെ പൂക്കൾ വേണം, പക്ഷെങ്കിൽ എനിക്കതിന് വേണ്ടി കെയർ ചെയ്യാൻ വയ്യ, അതിൻ്റെ പുറകെ വെള്ളം ഒഴിക്കാൻ വയ്യ, വളമിടാൻ വയ്യ, ഇങ്ങനെ വിചാരിക്കുന്ന മടിയെ ലേസി ഗാർഡനേഴ്സ് ഉണ്ട് കേട്ടോ. അവർക്ക് പറ്റിയ ഒരു ചെടിയാണിത്. കാരണമെന്ന് പറഞ്ഞാൽ ഈ ചെടിക്ക് നമ്മൾ പറയുന്ന പോലെ ഒരുപാട് കെയറും കാര്യങ്ങളും ഒന്നും വേണ്ട. ഒന്ന് രണ്ട് കാര്യങ്ങൾ നാച്ചുറലായിട്ടുള്ള, അതായത് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെക്കുക, പിന്നെ വെള്ളം ഇടയ്ക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. വളവും അങ്ങനെ പ്രത്യേകിച്ചൊന്നും വേണ്ട. പക്ഷെങ്കിൽ ഇതേപോലെ നിറയെ പൂ പിടിക്കണമെങ്കിൽ ഇടയ്ക്ക് ഒരു ചെറിയൊരു വളം ചേർത്ത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഈ ഒരു ചെടി നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും, നിറച്ച് പൂവാട്ടോ. ഇതിൻ്റെ പ്രൂണിങ് വീഡിയോസ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിറയെ നമ്മൾ ഇത് ഞാനൊന്ന് ഇങ്ങനെ വേറൊരു കാര്യമുണ്ട്, ഇത് കോല് പോലെ അങ്ങ് പോകും, പക്ഷേ ഇതിനെ നമ്മളൊന്ന് ട്രെയിൻ ചെയ്യണം. അതായത് ഇതുപോലൊക്കെ ഒന്ന് കട്ട് ചെയ്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ നല്ല ബുഷിയായിട്ട് നമുക്ക് ഈ ചെടി വളർത്തിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ചെയ്തേക്കുന്നത് PVC പൈപ്പിലാണ് നട്ടേക്കുന്നത്. ഇല്ല, ഈ ഒരു ചെടി PVC പൈപ്പിലല്ല, ഇത് ഞാൻ നിലത്ത് തന്നെ വെച്ചേക്കുന്നത്. പക്ഷെങ്കിൽ ഇത് കാണാൻ ഒത്തിരി ഭംഗിയാട്ടോ. ഇതന്നേരം രണ്ട് രീതിയിൽ നമുക്ക് നട്ടുവെക്കാം. ഒന്ന് ഇതുപോലെ തറയിൽ നട്ടുവെക്കാം, മറ്റേ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ PVC പൈപ്പിനുള്ളിലാക്കി നട്ടുവെക്കാം. നിറയെ ഇതിൻ്റെ പൂക്കൾ കണ്ടോ, എന്ത് ഭംഗിയല്ലേ. എനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് ആട്ടോ. എനിക്കിത് ചിലർ പറയോ എനിക്കൊരു ഇഷ്ടമല്ല, ഇതൊരു കാട്ടുചെടിയാണ്, പക്ഷേ ഇത് കാട്ടുചെടിയൊന്നുമല്ല. ഇതിന് പല കളേഴ്സ് ഉണ്ട് കേട്ടോ. റെഡിൻ്റെയൊക്കെ കാണാൻ നമ്മുടെ മാൻഡിവില എന്ന് പറയുന്നതിൻ്റെ ആ ഒരു റെഡ് വെറൈറ്റിയൊക്കെ നല്ല, പിന്നെ പർപ്പിൾ ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷേ പർപ്പിൾ എൻ്റെ കയ്യിലില്ല. പർപ്പിൾ അതും വേറൊരു വളരെ നീളത്തിൽ ഒരുപാട് ഹൈറ്റിൽ പോകുന്നൊരു ചെടി. പക്ഷേ ഇതാണെങ്കിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ഥലമുള്ളവർക്കും നമ്മുടെ ഇഷ്ടത്തിന് ഇത് വളർത്തിയെടുക്കാൻ പറ്റും. കാരണം ഇതേപോലെ നിലത്ത് ചെറുതായിട്ട് ഇങ്ങനെ ബുഷിയാക്കിയൊക്കെ നിർത്താൻ പറ്റും. ഇതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത. ഇത് കണ്ടോ, ഈ ചെടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തത് ഇത് കണ്ടോ, PVC പൈപ്പിനുള്ളിലാണ് വെച്ചിരിക്കുന്നത്. ഇത് കണ്ടിട്ട് ഒരു ബൊക്കെ പോലെ തോന്നുന്നുണ്ട്. ഈ വീഡിയോയിൽ എത്രമാത്രം അത് വന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേങ്കിൽ ഇത് കണ്ടോ, ഈ പൈപ്പിനുള്ളിൽ ഇത് കാണാൻ ഒത്തിരി ഭംഗിയാണ് കേട്ടോ. നല്ല, അതും ഈ പൂക്കളൊക്കെ നല്ല ബുഷിയായിട്ട് വന്നിരിക്കുന്നത് കൊണ്ട് നല്ല ഇതിൻ്റെ അകത്ത് ഒത്തിരി പൂവുണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് പോയതാണ്. ഇതിൻ്റെ അകത്ത് പൂക്കൾ അതുപോലെ തന്നെയുണ്ട്. ഉണ്ട്. പ്രത്യേകിച്ച് ഈ മഴ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ, ഈ ഓഗസ്റ്റ് ആയാലും, ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മുതൽ, ഈ ഓഗസ്റ്റ് മുതൽ അങ്ങോട്ട് ഇനി ഇത് നിറയെ പൂക്കളായിരിക്കും. ഇനി അടുത്ത ഒരു മഴ വരുന്നിടം വരെ ഈ ചെടി നല്ലതുപോലെ ഇതേപോലെ പൂക്കാൻ തുടങ്ങും കേട്ടോ. നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ ഇതിൻ്റെ കമ്പ് മുറിച്ച് നമുക്ക് നട്ടുവെക്കാം. അതെങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം. വളരെ ഈസിയായി തന്നെ. എപ്പോഴും ഈ ഒരു ഇതിൻ്റെ കട്ടിങ്സ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇതിന് രണ്ട് ഹാർഡ് വുഡും ഉണ്ട്, അതുപോലെ തന്നെ സോഫ്റ്റ് വുഡും ഉണ്ട്. ഇതിന് പെട്ടെന്ന് വേര് വരുന്നത് നമ്മുടെ സോഫ്റ്റ് വുഡിൻ്റെ ടൈപ്പാണ്. അതായത് സോഫ്റ്റ് വുഡ് ആകുമ്പോൾ ഇത് കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാവും, ഒത്തിരി അങ്ങ് കറുത്തിരിക്കരുത്. ഇത് ഇച്ചിരി ഒരു ഗ്രീൻ കളറും കൂടെ മിക്സപ്പ് ആയിട്ടുള്ള കമ്പ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു പെൻസിൽ കനമൊക്കെ മതി, ഇതിന് പെട്ടെന്ന് തന്നെ വേര് വരും. പിന്നെ നമ്മൾ നടാൻ വേണ്ടി എടുക്കുന്ന കമ്പിൽ ഒരുപാട് ഇലകൾ വെക്കേണ്ട കാര്യമില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഒരുപാട് ബ്രാഞ്ചസും ഒരുപാട് ഇലകളും ഉണ്ടെങ്കിൽ അത് അത്ര നല്ലപോലെ പിടിച്ച് കിട്ടത്തില്ല. അത് കാരണം ഇലകൾ പെട്ടെന്ന് പഴുത്തു പോകും, മഞ്ഞളിപ്പ് വന്ന് അത് പിന്നെ അത് കംപ്ലീറ്റ് ആ കമ്പിലേക്ക് വന്ന് അത് വേര് പിടിക്കാനുള്ള ഒരിതങ്ങ് പോകും. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഉള്ള ബ്രാഞ്ചസ് നമ്മളങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതാണിപ്പോൾ നമ്മൾ ചെയ്യുന്നത്. എക്സ്ട്രാ ബ്രാഞ്ചസും അതുപോലെ എക്സ്ട്രാ ലീവ്സും കട്ട് ചെയ്ത് മാറ്റുക. പിന്നെ അത്യാവശ്യത്തിന് 1-2 ഇലകൾ മാത്രം വെച്ചാൽ മതി കേട്ടോ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതേപോലെ കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ നമ്മൾ സിസർ ചരിച്ചു പിടിച്ച് വേണം കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നടാൻ പോകുന്ന ഭാഗം ഒരു 45 ഡിഗ്രി ആംഗിളിൽ ചരിച്ച് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ഇത് പ്രത്യേകിച്ച് ഈ നമ്മുടെ ഈ അലമാണ്ട പ്ലാന്റ് കട്ട് ചെയ്യുമ്പോൾ ഒരു വൈറ്റ് കളറിലുള്ളൊരു ദ്രാവകം പുറത്തേക്ക് വരും. അതായത് അതിൻ്റെ ലാറ്റക്സ് ആണ്. ഈ ലാറ്റക്സ് നമ്മുടെ സ്കിന്നിലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കണം, അലർജി വരും. അതുപോലെ തന്നെ
സ്കിൻ ഇറിറ്റേഷൻ ചൊറിച്ചിലും ഒക്കെ വരും കേട്ടോ. അന്നേരം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ലാറ്റക്സ് നമ്മുടെ സ്കിന്നിൽ പറ്റാതെ വേണം. മാക്സിമം നമ്മളിതെങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഗ്ലൗസ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ്, അല്ലെങ്കിൽ നല്ല കെയർഫുള്ളായിട്ട് ചെയ്യുക. ഇത് ഇറിറ്റേഷൻ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ കമ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ബ്രാഞ്ചസും എക്സ്ട്രാ ലീവ്സും ഒക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളാണ്, അതേപോലെ തന്നെ നല്ല ഈസി ആയിട്ട് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒരു ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ എവിടെന്നെങ്കിലും ഒന്ന് ഇതുപോലത്തെ ഒരു കമ്പ് എടുത്ത് നട്ടു വെച്ചാൽ മതി കേട്ടോ. ഇത് നമ്മൾ മണ്ണിൽ നടുന്നതല്ലാതെ തന്നെ ഇത് നല്ല പെട്ടെന്ന് വേര് വരാൻ വേണ്ടി വെള്ളത്തിൽ വെച്ച് കൊടുത്താലും മതി കേട്ടോ. വെള്ളത്തിൽ വെച്ചാലും ഇതിന് പെട്ടെന്ന് തന്നെ വേര് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വെള്ളത്തിൽ വെക്കുന്നില്ല. ഇത് കണ്ടോ, ഈ ഒരു നോട്ട്സിൻ്റെ ഭാഗത്ത് നിന്ന് ഈസി ആയിട്ട് വേര് വരും. അതായത് 2 ലീവ്സ്, ഇൻ്റർ ലീവ്സ്, ആ നോഡുണ്ടല്ലോ, 2 ലീവ്സ് ഇങ്ങനെ വരുന്ന ആ നോഡിൻ്റെ ഭാഗത്ത് പെട്ടെന്ന് വേര് വരും. അതായത് ആ ഭാഗം നിങ്ങൾ വെള്ളത്തിൽ ഇറക്കി വെക്കുക. നടുമ്പോഴും അത് മണ്ണിലേക്ക് ഇരിക്കത്തക്ക രീതിയിൽ വെക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് നല്ല പോലെ വേര് വരും. പിന്നെ ഞാനിത് നടാൻ നേരം ഇതിൻ്റെ അകത്ത് കുറച്ച് റൂട്ടിംഗ് ഹോർമോണിൽ മുക്കിയാണ് വെക്കുന്നത്. റൂട്ടിംഗ് ഹോർമോൺ ഇല്ലായെങ്കിൽ മഞ്ഞളും അതുപോലെ തന്നെ തേനും കൂടെ മിക്സ് ചെയ്ത് വെക്കാം. അതും അല്ല എങ്കിൽ നമ്മുടെ അലോവേരയുടെ ജെല്ല് യൂസ് ചെയ്താലും മതി. ഇപ്പം ഞാനിവിടെ പോട്ടി മിക്സ് നേരത്തെ ഇത് എടുത്ത് വെച്ചിരുന്നതാണ്. ഇത് എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ ഞാൻ 75% നമ്മുടെ ഗാർഡൻ സോയിലാണ്. ഗാർഡൻ സോയിലിൻ്റെ കൂടെ ഒരു 25% നമ്മുടെ കമ്പോസ്റ്റ് കൂടി ചേർത്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഈ ഒരു മിക്സ്. ഇത് അന്നേരം ഈ ഗാർഡൻ സോയിലിൻ്റെ അകത്ത് കുറച്ച് മണലും കൂടെ മിക്സ് ആയതാണ് കേട്ടോ. അങ്ങനെയുള്ളത് വേണം നമ്മൾ ഈ കമ്പ് മുറിച്ച് വെക്കുമ്പോൾ. മണൽ കൂടുതലുള്ള ടൈപ്പിലുള്ള പോട്ടിംഗ് മിക്സ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ അതിൻ്റെ മണ്ണൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തതാണ്. ഇനിയിപ്പം ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഈ കമ്പ് നടാനുള്ള എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് റൂട്ടിംഗ് ഹോർമോണിലൊന്ന് ഡിപ്പ് ചെയ്ത് നടാൻ പോവുകയാണ്. ഇപ്പോൾ ഈ റൂട്ടിംഗ് ഹോർമോൺ എല്ലാ നഴ്സറികളിലും അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈനിലും ഒക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ മീഷോയിൽ ഒക്കെ കിട്ടുന്നതാണ് ഈ റൂട്ടിംഗ് ഹോർമോൺ. അപ്പോൾ എവിടെന്നെങ്കിലും വാങ്ങിക്കുക. ഇല്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹണി അല്ലെങ്കിൽ അലോവേര ജെല്ലൊക്കെ നല്ല, അതുപോലെയാണ് സിനമൺ പൗഡർ, നമ്മുടെ പട്ട പൊടിച്ചത്, ഇതൊക്കെ നല്ല റൂട്ടിംഗ് ഹോർമോൺസാണ്. ഇപ്പോൾ റൂട്ടിംഗ് ഹോർമോണിലേക്ക് ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു മണ്ണിലേക്ക് ജസ്റ്റ് ഇറക്കി വെക്കുകയാണ്. ഇത്രയും മാത്രം ചെയ്താൽ മതി. ഇപ്പം ഞാൻ ഈ ഇതിലേക്കൊന്ന് മണ്ണിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഇപ്പോൾ ഈ മണ്ണിന് ഓൾറെഡി ഒരു നനവുള്ള മണ്ണാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. നട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇച്ചിരി വെള്ളം, നിങ്ങളുടെ മണ്ണ് കംപ്ലീറ്റ്ലി ഡ്രൈ ആണെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ മണ്ണിന് നനവുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആ മണ്ണ് കംപ്ലീറ്റ്ലി ഒന്ന് ഡ്രൈ ആയെന്ന് ഉറപ്പായതിന് ശേഷം പിന്നീട് നനച്ചു കൊടുത്താൽ മതി. പിന്നെ ഈ രീതിയിൽ നമ്മൾ നട്ടതിന് ശേഷം ഒരിക്കലും കൊണ്ട് വെയിലത്ത് വെക്കരുത് കേട്ടോ. വെയിലത്ത് വെച്ചാൽ ഇത് കിളിക്കത്തില്ല. നല്ലപോലെ ഷെയ്ഡുള്ള തണലുള്ള ഒരു ഭാഗത്ത് വെക്കുക. നല്ലപോലെ ഇങ്ങനെയൊന്ന് എന്തെങ്കിലും വെച്ചൊരു പ്ലാസ്റ്റിക് കവർ വെച്ച് കവർ ചെയ്ത് വെക്കുകയാണെങ്കിലും അതിനകത്തൊരു ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ആയിട്ട് പെട്ടെന്ന് വേര് വരാനൊക്കെ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഞാനിത് ഈ കട്ട് ചെയ്തെടുത്ത് എൻ്റെ കട്ടിങ്സൊക്കെ ഒരുവിധം നട്ട് കഴിഞ്ഞു. ഇനി ഞാനിത് തണലത്ത് വെക്കുകയാണ് കേട്ടോ. ഇത്രയും ചെയ്യുന്നുള്ളൂ. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ അലമണ്ട പ്ലാന്റ് നട്ട് പിടിപ്പിക്കാൻ പറ്റും കേട്ടോ. ഇതിനെ കമ്പ് മുറിച്ച് വെച്ചാൽ മാത്രം മതി. ഇതാണ് ഏറ്റവും വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് പറയുന്നത്. ഇതിപ്പം ബുഷി ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ്. അതുകൊണ്ട് നമുക്കത് കട്ട് ചെയ്ത് നല്ല ബുഷാക്കി നിർത്തുകയാണെങ്കിൽ നല്ലപോലെ പൂവും വരും, കാണാനും നല്ല ഭംഗിയായിരിക്കും. ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമൻറ്റും ഞാൻ റീഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ്. ബൈ. സീ യു നെക്സ്റ്റ് വീഡിയോ. പിന്നെ ഫെർട്ടിലൈസറിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. ഫെർട്ടിലൈസർ ഇതിന് ഏറ്റവും നല്ലത് NPK ആണ്. NPK അല്ലെങ്കിൽ പൊട്ടാഷ് 1 ടീസ്പൂൺ എടുക്കുക. 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അത് എപ്പോഴും ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. 3 മാസത്തിൽ 1 പ്രാവശ്യം മാത്രം ചെയ്താൽ മതി. ഇത് അൺലിമിറ്റഡ് ആയിട്ട് പൂക്കുന്ന ഒരു ചെടിയാണിത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.